വലം കൈ അറുത്തതും പിന്നെ കുഞ്ഞനന്തൻ എനിക്ക് പകരം മരിച്ചപ്പോ തല്ലിക്കൊല്ലാതെ വിട്ടതും നീലകണ്ഠന്റെ കഴിവുകേടായി കാണരുത് നീ. വലം കൈയിലേക്ക് ചോര ഓട്ടം കൂടിയപ്പോഴും ആയുധം താനെ കൈയിലേക്ക് വന്നപ്പോഴും മനസ്സിന് ശരീരത്തെ ജയിക്കാൻ ഞാൻ ശീലിച്ചതിന്റെ ഫലമാണ്. കാർത്തികേയനല്ല, എമ്മൻ കാർത്തികേയൻ, മംഗലശ്ശേരി. ഇത് പറഞ്ഞിട്ട് പോകുന്ന എന്റെ പേര് മറക്കാതിരുന്നാ മതി. കാർത്തികേയൻ. കൊടുക്കേണ്ടി വരുന്നത് പണമോ പൊന്നോ, ഈ നിൽക്കുന്നതിൽ ഒരുത്തന്റെ പ്രാണനായാലും കൊടുക്കേണ്ടടുത്ത് കൊടുത്തിട്ട് വാങ്ങിയിരിക്കും. മംഗലശ്ശേരി അത് ഞാൻ പൊളിക്കും. അതിന്റെ അസ്ഥിവാരം നിരത്തി ഞാൻ കുഴി കക്കൂസ് കുത്തും. എന്നിട്ട് നാട്ടുകാരെ വിളിച്ച് അങ്ങോട്ട് കാശ് കൊടുത്തിട്ട് കാര്യം സാധിക്കാൻ പറയും. എന്നിട്ട് നിങ്ങളും കുടുംബവും കൂടെ തലയിൽ ചുമന്നുകൊണ്ട് പോകുമായിരിക്കും. അമ്മാതിരി തറപ്പണിക്ക് നിങ്ങൾക്ക് വേറെ സ്ഥലം കിട്ടും. ഒഴിവാക്ക്. എന്റെ അമ്മ അടക്കം ചെയ്ത മണ്ണാണ്. ഓ, അങ്ങനെയൊന്നുണ്ടോ? എങ്കിലും അസ്ഥിമാടമായിരിക്കും ആദ്യം ഞാൻ കുത്തിപ്പൊളിച്ച് കളയാൻ പോകുന്നത്. ഇല്ല നമ്പ്യാരെ, അതിനായി നിങ്ങൾ ഈ ബാലൻസ് നിൽക്കുന്ന കൈ ഉയർത്തിയാൽ വാഴയില വെട്ടി വിരിച്ച് കാത്തിരിക്കാൻ വീട്ടുകാരോട് പറഞ്ഞിട്ടായിരിക്കും. ഓടിയങ്ങ് ചെല്ലും ഉണ്ടക്കൽ ബംഗ്ലാവിലേക്ക്. ആവേശം ഈ പ്രായത്തിൽ നല്ലതല്ല, അതൊരു രോഗലക്ഷണമാണ്. ചിന്തിക്ക്. എന്നിട്ട് മറുപടി താ. ഇനിയും എന്റെ മുന്നിൽ നീ ഇതും പറഞ്ഞു വന്നാൽ പണ്ട് കുഞ്ഞനന്തനെ കൊന്ന തോക്ക് ഞാൻ എടുക്കും. തോക്കെടുത്തോ, പക്ഷെ തോക്കാൻ വേണ്ടിയാകരുതെന്ന് മാത്രം. ഒറ്റ കയ്യിൽ ഡബിൾ ബാരൽ പൊക്കി എയിം ചെയ്യുന്ന നേരമൊന്നും എനിക്ക് വേണ്ട. ഞാനിങ്ങനെ പൂരത്തിന്റെ സാമ്പിൾ വെടിക്കെട്ട് നടത്തുന്ന പോലെ ഈ 6 അടി 1.5 ഇഞ്ചിൽ സവാരി ഗിരിഗിരി നടത്തും. കടകടകടകടാന്ന്. 1ഉം 2ഉം അല്ല, കുറെ ഉണ്ട്. പല സൈസിൽ പല രീതിയിൽ പെടക്കുന്നത് എന്റെ കയ്യിൽ. കുറച്ച് മണിക്കൂറുകൾ അല്ലെങ്കിൽ ഒരു ദിവസം കാക്കും. പിന്നെ നമ്പ്യാര് വിവരം അറിയും. നീ ഓടാതെ ഞാൻ പോകുന്നു. പക്ഷെ ഈ നാക്കുകൊണ്ട് തന്നെ കാർത്തികേയ മോനെ എന്ന് വിളിച്ച് കരയുന്ന ഒരു ദിവസം വരും. അതൊഴിവാക്കാൻ ചിന്തിക്കേ.